എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേരള ഹൈക്കോടതി പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റിക്രൂട്ട്മെന്റ് നമ്പർ 7/2025, റിക്രൂട്ട്മെന്റ് നമ്പർ 7/2025 ആണ് അതിലെ റിക്രൂട്ട്മെന്റ് നമ്പർ ആയിട്ട് വരുന്നത്. പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്ന തസ്തികയാണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 തുടങ്ങി 1,15,300 വരെയാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 തുടങ്ങി 1,15,300 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് അത്. അപ്പം അതിൻ്റെ ഏജ് ലിമിറ്റ് 18-നും 36-നും മധ്യേ പ്രായമാണ്. അതേപോലെ OBC വിഭാഗങ്ങൾക്കും SC/ST വിഭാഗങ്ങൾക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്കും നിയമാനുസൃതമായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് MSW-കാർക്ക് അപേക്ഷിക്കാം. അതേപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സൈക്കോളജി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ അഭിലഷണീയമായുള്ള യോഗ്യതയായിട്ട് ഫാമിലി കൗൺസിലിങ്ങിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്നുണ്ട് ആ ഫാമിലി കൗൺസിലിങ്ങിനുള്ള എക്സ്പീരിയൻസ്. ഇപ്പോൾ മറ്റുള്ള രീതിയിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ അത് ഇത്ര ഇയർ എക്സ്പീരിയൻസ് എന്നുള്ളത് പരിഗണിക്കാതെ തന്നെ നിങ്ങൾക്ക് ജോലി ലഭ്യമാകും എന്നുള്ളതും അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. SC/ST വിഭാഗങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാകുക. അപ്പോൾ 100 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഉണ്ടാകുക. ഇനി അതല്ല, ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും കൂടി ഉണ്ടാകും. റിട്ടൺ ടെസ്റ്റ് 100 മാർക്കിൻ്റെ റിട്ടൺ ടെസ്റ്റും 50 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ അങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഓർക്കുക, ഇനി ഇതിൻ്റെ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാനായിട്ടുള്ള സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന 15/1/2025, അതായത് 15-ാം തീയതി മുതൽ, ജാനുവരി 15 മുതൽ നമുക്ക് അപേക്ഷകൾ അയക്കാം. ലാസ്റ്റ് ഡേറ്റ് നമുക്ക് 5/2-ലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തു നിൽക്കാതെ എല്ലാവരും, കഴിവുള്ള എല്ലാവരും, അതിനുള്ള യോഗ്യതകളുള്ളവർ അതിനുവേണ്ടി തീർച്ചയായിട്ടും അപേക്ഷിക്കണം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 15/1/2025 ആണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാണ്. അതായത് ഇപ്പോൾ ഇനിയുള്ള എല്ലാ സമയങ്ങളിലും നമ്മളുടെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലും ഒഴിവുകളുടെ എണ്ണം കുറവായിട്ടും വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊരു ജോലി, ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. അത് നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് മുമ്പ് ഈ നമ്മളുടെ ഹൈക്കോടതിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമുകൾ വളരെ സമയബന്ധിതമായിട്ട് എക്സാമുകൾ നടക്കുകയും റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് വരികയും റാങ്ക് ലിസ്റ്റ് വരികയും അപ്പോയിൻമെൻറ്റ് നടക്കുകയും ചെയ്യുന്ന ചരിത്രമാണല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്നത് 5/2/2023 5/2/2023 എക്സാം നടന്നു. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് 3/4/2023 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 13/7/2023 റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത്. അതായത് ആ വർഷത്തിൽ സാരമായിട്ടുള്ളൊരു 6 മാസത്തിനുള്ളിൽ 5 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് പ്രോസസ്സ് നടന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കാത്തിരിക്കേണ്ടി വരത്തില്ല. പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റായി, അപ്പോയിൻമെൻ്റ് ആയി.
ഇനി ഇതിലുള്ള വിഷയങ്ങൾ വരുന്നത് പ്രധാനമായിട്ടും സൈക്കോളജി, സോഷ്യൽ വർക്ക്, അതേപോലെ ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ ലോസ് കൂടി ഇതിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വ്യക്തവും കൃത്യമായിട്ട് നമ്മളൊരു ധാരണ, അതേപോലെ ജനറൽ നോളജും ഇതിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ജനറൽ നോളജ് വളരെ കുറച്ച് ഭാഗങ്ങളെ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും സൈക്കോളജിയും അതേപോലെ ലോയും സോഷ്യൽ വർക്കും ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോച്ചിങ് കൊടുത്തിരുന്നു പ്രിൻസിപ്പൽ കൗൺസിലർ തസ്തികയിലേക്ക്. അതിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെയേറെ ചരിതാർത്ഥ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിജ്ഞാപനം വിളിച്ചപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഞാനിതിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പം അതുകൊണ്ട് താല്പര്യമുള്ളവരാണ് എങ്കിൽ, ഒരു ഗവൺമെൻറ് ജോലി എത്രയും പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോച്ചിങ്ങിൽ പങ്കാളികളാകാം. നമുക്ക് കോച്ചിങ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കോച്ചിങ് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അത് വൈകരുത്, 15-ാം തീയതി തുടങ്ങി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അതേപോലെ അതിനുവേണ്ടി പഠിക്കുകയും ചെയ്യുക. പഠനം വളരെയേറെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതായത് നമുക്ക് വരുന്ന വിഷയങ്ങൾ സോഷ്യൽ വർക്ക്, സൈക്കോളജി, അതേപോലെ ലോ. നമ്മൾ ഇതിനോടകം തന്നെ ഇതിൽ കൂടുതലും സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ഇതിനോടകം തന്നെ നിങ്ങൾ ഓരോരുത്തരും ICDS സൂപ്പർവൈസർക്കും അതേപോലെ തന്നെ പ്രൊബേഷൻ ഓഫീസർ തസ്തികയിലൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോഷ്യോളജി ആയാലും സൈക്കോളജി ആയാലും ഒക്കെ. ഇനി കുറച്ച് ലോയും ആ സോഷ്യോളജിയും സൈക്കോളജിയും കുറച്ചുകൂടി ഡെപ്തിലേക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്ന തസ്തികയും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി അപ്ലൈ ചെയ്യണം. അതേപോലെ നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ മുമ്പ് കോച്ചിങ് എടുത്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു, റാങ്ക് ലിസ്റ്റിൽ കുട്ടികളെ നമുക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ കോച്ചിങ്ങുകൾ നിങ്ങൾ അന്വേഷിച്ച് അതിൽ ചേരാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, അവർ എടുക്കുന്ന കാര്യങ്ങൾ എക്സാമിന് വരുന്നുണ്ടോ, ആ പഠിപ്പിക്കുന്ന സ്ഥാപനം ഉൾപ്പെട്ട കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ, സിലബസ് കവർ ചെയ്തിട്ടുണ്ടോ, ലോ സബ്ജക്റ്റുകളെല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടോ, ഇതെങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആണ് അത് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളോട് അല്ല ചോദിക്കേണ്ടത്. പുറത്തതിനെക്കുറിച്ച് തിരക്കിയതിന് ശേഷം മാത്രം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, എൻ്റെ ആയാലും വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായാലും നിങ്ങൾ സെലക്ട് ചെയ്യണം എന്ന് ഞാൻ എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ബുദ്ധിമുട്ടുകൾ വേറെ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ എന്നോട് ഒന്ന് പറയുകയുണ്ടായി. പല സ്ഥലങ്ങളിലും അവർക്ക് ലോ സബ്ജക്റ്റുകളൊന്നും എടുക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ളൊരു വിഷമാവസ്ഥ. എന്നിട്ട് അവസാനം വന്ന് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്ന് വിചാരിച്ച് മറ്റുള്ള സ്ഥാപനങ്ങൾ മോശമാണ് എന്നുള്ള സൂചനയല്ല ഞാൻ നൽകുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും ഡിസ്ക്രിഷനാണ് യോജിച്ചത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ ആഗ്രഹപ്രകാരം, അത് നിങ്ങളുടെ അധികാരമാണ്, നിങ്ങളുടെ റൈറ്റാണ്. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൽ പൈസ മുടക്കി പഠിക്കുക. എന്തായാലും ഒരു കോച്ചിങ് എടുത്ത് പഠിക്കുന്നതാകും നിങ്ങൾക്ക് നല്ലത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ സ്വയമായിട്ട് പഠിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ളൊരു സിലബസ് എന്നുള്ള രീതിയിൽ ഹൈക്കോടതി പറയാറില്ല. സോഷ്യൽ വർക്കെന്നും സൈക്കോളജി എന്നും അതേപോലെ ലോ എന്നും മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ മേഖലകൾ വരാം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചിങ് സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോഴാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുപോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട് കൃത്യമായിട്ട് ഏതൊക്കെ മേഖലകളാണ് വരുന്നത് എന്ന് പറയാനായിട്ട് കഴിയും. അങ്ങനെ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോഴും അതേപോലെ തന്നെ ആയിരുന്നു. നമ്മൾ എടുത്ത പല ക്വസ്റ്റ്യനുകളും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥാനം പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോച്ചിങ് ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കോച്ചിങ്ങിൻ്റെ ഭാഗമാകാം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ ഒരു ലിങ്ക് ഇടുന്നുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൂപ്പിലേക്ക്, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡാകും. പിന്നെ ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഇതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ അതിന് മുമ്പ് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതും ഒരു വെബിനാർ സംഘടിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം ആ ഗ്രൂപ്പിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ അറിയാത്തവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് എന്തായാലും ഈ പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്ന ആ യാത്രയ്ക്ക് തുടക്കമിടാം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. ഈ യാത്രയിൽ നിങ്ങളെ ആ യാത്രയുടെ ആദ്യാവസാനം വരെ സഹായിക്കാനായിട്ട് ഞാൻ സജ്ജമാണ് എന്നുള്ള സന്തോഷ വാർത്ത കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അറിയിക്കുവാണ്. നമ്മുടെ പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്ന തസ്തികയിൽ മാത്രമല്ല കേട്ടോ കുട്ടികളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പിച്ചത്. അതായത് CDPO, അതേപോലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ, അതേപോലെ തന്നെ ICDS സൂപ്പർവൈസർ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയ തസ്തികകളിൽ 1ാം റാങ്ക് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ നമ്മൾ കുട്ടികളെ എത്തിച്ച ചരിത്രമാണ് എനിക്ക് VAJ അക്കാദമിക്സിനുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് പുറത്ത് അന്വേഷിച്ചാലും അറിയാവുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ലക്ഷ്യം നേടാനായിട്ട് കഴിയും. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അവസാന ഡേറ്റ് വരെ നിങ്ങൾ കാത്തു നിൽക്കരുത്. നിങ്ങൾ 5/2 അവസാനമായിട്ട്, 5/2/2025 അവസാന തീയതി. പക്ഷേ 15-ാം തീയതി തുടങ്ങി നമുക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ആരും 18-നും 36 നമ്മളുടെ ഏജ് തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ജോലിയിൽ, അതായത് നമുക്ക് ഒരു സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാനുള്ളൊരു പ്രായപരിധി ഉണ്ടല്ലോ, ആ പ്രായപരിധി കഴിയുന്നതിന് മുമ്പ് ഒരു ജോലിയിലെത്താനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. എങ്കിലാണ് നമുക്ക് നമ്മൾ പഠിച്ചത് കൊണ്ടിട്ടുള്ള ഒരു ഉപകാരം കിട്ടി എന്നുള്ള ഒരു ആശ്വാസം, ഒരു ആത്മസാക്ഷാത്കാരം നമ്മൾക്ക് ഉണ്ടാകത്തുള്ളൂ. അതല്ലാതെ നമ്മൾ കുറേ സബ്ജക്റ്റുകൾ പഠിച്ചു, നമ്മൾ സൈക്കോളജി പഠിച്ചു, സോഷ്യൽ വർക്ക് പഠിച്ചു, എന്നിട്ടും നമ്മളൊരു ജോലി ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? നമുക്കൊരു ആത്മനിർവൃത്തി കിട്ടണമെങ്കിൽ നമ്മൾ പഠിച്ച മേഖലകളിൽ നമുക്കൊരു ജോലി ആർജിക്കാനായിട്ട് കഴിയണം. അങ്ങനെ അതിനുള്ളൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുപോലെ വരുന്ന എല്ലാ കേരള PSC വിളിക്കുന്ന ഒഴിവുകളായാലും, ഇപ്പോൾ വെൽഫെയർ ഓഫീസർ വിളിച്ചിട്ട് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇനിയിപ്പോൾ CDPO വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ തസ്തികകളും നിങ്ങൾക്ക് കഴിവ്, ആ യോഗ്യത ഉള്ളവർ അതിന് നിർബന്ധമായിട്ടും അപേക്ഷിക്കണം എന്ന് ഞാൻ ഒന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ മറന്നു പോകണ്ട, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ആകുക. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.